ഹായ് ഗായ്സ്, ഞങ്ങളിപ്പോൾ വാഗമണിലാണ്. ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ വാഗമണ്ണാണ്. വാഗമണ്ണിൽ പോയിട്ട് ഏകദേശം 2 മാസത്തോളം ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇടാനായിട്ട് ഞാൻ കുറച്ച് വൈകിപ്പോയി. എപ്പോഴും ഇടാനായിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ പറ്റില്ല, ഇങ്ങനെ ഗ്യാലറിയിലെല്ലാം കൂടെ കിടക്കുകയായിരുന്നു. അപ്പം വീട്ടിലിരുന്ന് ഇങ്ങനെ ബുദ്ധിമുട്ടുമ്പോഴാണ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ടൂറ് പോകണമെന്നൊക്കെ പറഞ്ഞ് മനസ്സിൽ തോന്നുന്നു. പക്ഷേ എപ്പോഴും നമുക്കിങ്ങനെ ടൂറ് പോകാനായിട്ടുള്ള കാര്യങ്ങളൊന്നും നടക്കത്തില്ലല്ലോ, അതിന് നല്ല ഇതൊക്കെ വേണം. അങ്ങനെ ഒരു ദിവസം വിഷ്ണു സർപ്രൈസായിട്ട് പറഞ്ഞെങ്കിൽ നമുക്കൊന്ന് വാഗമൺ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2 ദിവസം സ്കൂൾ അവധി ആയതുകൊണ്ട് തന്നെ 2 ദിവസത്തേക്കുള്ളൊരു യാത്രയായിരുന്നു. വൈകുന്നേരം ഇറങ്ങി. പക്ഷേ എന്താ പറയുക, നമ്മൾ പോയ ദിവസം ഇത്തിരി പെശകായിരുന്നു. കാരണം ഫുൾ അവധിയായിരുന്നുകൊണ്ട് നോക്കൂ, ഈ കാണുന്ന അത്ര തിരക്കായിരുന്നു ഈ സ്ഥലത്ത്. വാഗമണ്ണിൽ തന്നെ അങ്ങോട്ട് കാറുകളുടെയൊക്കെ ബഹളമായിരുന്നു, ആളുകളുടെ ബഹളമായിരുന്നു, എന്തൊരു തിരക്ക്. പിന്നെ തലേദിവസം നമ്മൾ റൂമിന് വേണ്ടി ചെന്നിട്ട് റൂമൊന്നും ഇല്ലായിരുന്നു. ഒരുപാട് രാത്രി ഏതാണ് ചുറ്റും മലയും പിന്നെ തേയിലത്തോട്ടങ്ങളുടെ നടുക്കൂടെയൊക്കെ എവിടെയോ ഇങ്ങനെ കുറേ ദൂരം വണ്ടി ഓടിച്ച് പോയപ്പോഴാണ് ഒരു വീടിൻ്റെ ഒരു മുകളിൽ ഒരു റൂം കിട്ടിയത്. റൂം മൊത്തം ഫില്ലായിരുന്നു. അപ്പോൾ ഒരു കടക്കാരൻ ചേട്ടൻ ഒരു കോണ്ടാക്റ്റ് വിളിച്ചിട്ട് നമ്മൾ അത്രയും ദൂരം പോയതാണ്. അപ്പോൾ ആ ചേട്ടൻ പറയുകയും ചെയ്തു, നിങ്ങൾ ഇന്ന് വന്നുകൊണ്ടാണ്, വേറെ വല്ല ദിവസമാണ് വന്നിരുന്നെങ്കിൽ നിങ്ങൾ റോഡിൽ വരുമ്പോഴേ ആളുകൾ പിടിച്ച് റൂമിൽ കൊണ്ട് കിടത്തും, അത്രയ്ക്ക് തിരക്കൊന്നും ഇല്ല, ഇത് അവധി ദിവസമായിട്ട് മാത്രമാണെന്ന് പറഞ്ഞു. അപ്പം മെയിനായിട്ട് ഞങ്ങൾ വാഗമണിൽ പോകാനുള്ള കാരണം ഈ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. ഗ്ലാസ് ബ്രിഡ്ജ് വന്നു കഴിഞ്ഞിട്ട് നമ്മളങ്ങനെ പോയിട്ടില്ല. അല്ലാതെ അതിന് മുമ്പ് വാഗമണ്ണൊക്കെ പോയിട്ടുണ്ട്. വാഗമണ്ണൊക്കെ നമുക്ക് ഏകദേശം അടുത്ത സ്ഥലമായതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലൊക്കെ നമുക്ക് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് ടൂറിന് പോകല്ലോ. അപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാനായിട്ട് ഒടുക്കത്തെ തിരക്കായിരുന്നു, നല്ല ക്യൂ ആയിരുന്നു. ഉച്ച കഴിഞ്ഞ് മാത്രമേ ഞങ്ങളപ്പോൾ എടുത്ത ടിക്കറ്റ് ആളുകൾക്ക് കയറാനുള്ള സമയമില്ലായിരുന്നു. അപ്പോഴേക്കും ഞങ്ങളവിടെ മൊത്തം കറങ്ങി നടന്നു. പാത്തുവിനെയൊക്കെ കൊണ്ടുവന്ന് പാർക്കിലൊക്കെ പോയി പാത്തു അടിച്ച് പൊളിക്കുകയാണ്. അപ്പോൾ എനിക്ക് തന്നെ ഇത് കണ്ടിട്ട് ഭയങ്കര ഒരു അതിശയം. 4 ചുറ്റിനും ഫുള്ളും മല തന്നെ മല, എവിടെ നോക്കിയാലും മലയല്ല. നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും മനോഹരിയായൊരു സ്ഥലം തന്നെയാണെന്ന് പറയുന്നത് നമ്മുടെ ഇടുക്കിയും പാലക്കാടൊക്കെ അല്ലേ. നമുക്ക് ആലപ്പുഴയിൽ മലയില്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് മലമ്പ്രദേശങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറയുകയും ചെയ്തുകൊണ്ട് എന്തുവാണ് വിഷ്ണു 4 ചുറ്റിനും മലയാണല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ദൂരെ കാണിച്ച സ്ഥലമൊക്കെ ഞങ്ങൾ വന്ന വഴി വന്നതാണ്. അപ്പോൾ വന്ന വഴിയിൽ കൂടെ ഇറങ്ങാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അത് നടന്നില്ല. പിന്നെ പത്തു കുറേ റൈഡിലൊക്കെ കയറി കളിച്ചു, കുറേ വണ്ടിയൊക്കെ വെള്ളത്തിലൊക്കെ ഇവിടെ ഓടിച്ചൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഗ്ലാസ് ബ്രിഡ്ജിൽ പോയത് ഉൾപ്പെടുത്തിയിട്ടില്ല, അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചപ്പോൾ എല്ലാവരും നിങ്ങൾ ആ വീഡിയോയും കാണണം, ഈ വീഡിയോയും കാണണം. അപ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിലെ കൂടുതൽ പേരും ഈ വാഗമണ്ണിൽ പോയിട്ടുണ്ടെന്ന്, നിങ്ങൾ പോയിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ ഗൈസ്. താങ്ക്